ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രണയത്തിന്റെ ബൊഗെയിൻവില്ല വിരിഞ്ഞ ഒരു വീട്ടിൽ മഴ പെയ്തൊടുങ്ങിയ ഒരു സന്ധ്യയിൽ എന്റെ മനസ്സിന്റെ കോണിലുള്ള ഒരു ഓട്ടോയിൽ വന്ന എന്റെ പ്രിയപ്പെട്ടവൾ, അവൾക്ക് വേണ്ടിയായിരുന്നു ഇത്രയും കാലത്തെ എന്റെ ഏകാന്തത എന്നൊക്കെ പറയണമെങ്കിലേ എന്റെ തലയ്ക്ക് വല്ല ഓളമായിരിക്കണം. ആരോ രഞ്ജിത്ത് സംവിധാനം ചെയ്ത് ശ്യാമപ്രസാദും മഞ്ജു വാര്യരും അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമാണ് മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് പേജിൽ ഇന്നലെ റിലീസ് ആയിട്ടുണ്ട്. 20 മിനിറ്റേ ഉള്ളൂ. കാണാത്തവരൊന്ന് കണ്ടിട്ട് വാ, നമുക്ക് സംസാരിക്കാനെ കുറിച്ച്. ഒരു സാഹിത്യകാരന്റെ ഒറ്റപ്പെടലിന്റെ ഏകാന്തതയുടെ കഥയാണ് ആരോ പറയുന്നത്. ശരിക്കും അയാളുടെ കിളി പോയതാണെന്നാണ് പടം പറഞ്ഞു വയ്ക്കുന്നത്. പോസ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ നല്ല കിടിലൻ വിഷ്വലുകൾ, നല്ല ലൈറ്റിങ്, പിന്നെ ഇതിന്റെ കളർ ടോണ്, മ്യൂസിക്. സോ ഇതിന്റെ ഒരു ദൃശ്യഭാഷ മനോഹരമാണ്. ഒപ്പം മഞ്ജു വാര്യരെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ശ്യാമപ്രസാദിന്റെ അഭിനയവും കൊള്ളാം. പിന്നെ നല്ലൊരു വീട്, മനോഹരമായിട്ടുള്ള കസേര, മഴ, തറവാടിത്തം തെളിഞ്ഞു നിൽക്കുന്ന വീടിന്റെ അന്തർഭാഗങ്ങൾ, ബൊഗെയിൻവില്ല, ഇതൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ ഈ ആരോയിൽ ഒരു തേങ്ങയും ഇല്ല. വൃത്തി മെനയില്ലാത്ത സോക്കോൾഡ് ഓൾഡ് സ്കൂൾ ബുദ്ധിജീവി ആയിട്ടുള്ള ഒരു നായകൻ. ആദ്യത്തെ ഒരു 12-15 മിനിറ്റ് ഇങ്ങേരുടെ ഈ സിഗരറ്റ് വലിക്കലും വെള്ളമടിക്കലും മൂത്രമൊഴിക്കലും അങ്ങനെയുള്ള സോക്കോൾഡ് എസ്തെറ്റിക് ഷോട്ട്സ് എന്ന് തെറ്റിദ്ധരിച്ച കുറെ സമയം കൊല്ലി ബോറൻ വിഷ്വലുകളാണ്. 1980 ഇറങ്ങിയ ഒരു പടമുണ്ട്, ഇഷ്ടമാണ് പക്ഷേ. അതിലെ ഉമ്മർ അവതരിപ്പിച്ചിരുന്ന ഒരു സാഹിത്യകാരന്റെ ക്യാരക്ടറുണ്ട്. ഈ മുഷിഞ്ഞ ജുബയും ഏതു നേരവും സിഗരറ്റും വലിച്ച് വെള്ളം അടിച്ച് നടക്കുന്ന സ്ത്രീലമ്പടനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ. ഇപ്പോഴും ഈ സാഹിത്യകാരന്മാരെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ഊള ചുറ്റുപാടായിരിക്കും അവർക്കുള്ളതെന്നുള്ള രഞ്ജിത്തിന്റെ ആ ഒരു പഴഞ്ചൻ ചിന്താഗതിയാണ് ആരോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കഥ ഉണ്ടാക്കാനായിട്ട് വലിയ എഫോർട്ട് ഒന്നും ഇടാതെ തട്ടിക്കൂട്ടിയ ഒരു ഐറ്റമാണ് ഇതിന്റെ കഥ. അതിന് മമ്മൂട്ടി കമ്പനിയുടെ കാശും മഞ്ജു വാര്യർ, ശ്യാമപ്രസാദ് എന്നിവരുടെ ഡേറ്റും കിട്ടി. അങ്ങനെ നമുക്ക് തോന്നുള്ളൂ. ക്ലീഷെ പ്രോമാക്സ് ആയിട്ടുള്ള കഥ, ക്ലീഷെ ക്യാരക്ടർ ഡെവലപ്മെന്റ്, നാടക ഡയലോഗ്സ്. ഞാൻ ഓർത്തത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരാള്, അയാളിപ്പോ എഴുത്തുകാരനോ ഏകാഗിയോ എന്ത് മാങ്ങാത്തൊലി വേണമെങ്കിലും ആയിക്കോട്ടെ, ആര് വരാനാണ്? ആരും വരികയല്ല. തുടക്കവാൻ കാണുമ്പോൾ തന്നെ അറിയാം അയാൾ താമസിക്കുന്ന ആ ഒരു വീടും മുറിയും സ്ഥലവും പരിസരവും ഒക്കെ ഭയങ്കര വൃത്തികെട്ട നാറ്റമായിരിക്കും എന്നുള്ളത്. പെണ്ണുങ്ങൾ പോയിട്ട് ആണുങ്ങൾ പോലും അയാൾ എടുത്തു വരികയല്ല. ഇതുപോലെ വെള്ളമടിച്ച് വലിച്ച് നാറ്റം നിറഞ്ഞ് ജീവിക്കുന്നവരുടെ കൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങളെ വേണം തൊഴാനായിട്ട്. എന്തൊരു സഹനശക്തിയാണ് അവർക്ക്. അല്ലെങ്കിൽ അവർക്ക് ഇതൊക്കെ വല്ല ഫെറ്റിഷ് ഉള്ളവരായിരിക്കണം. മഞ്ജു വാര്യർ വന്നു കയറി മുറിയിലോട്ട് പോയിട്ട് ശരവേഗത്തിൽ ഓടി അടുത്ത ഓട്ടോയ്ക്ക് തിരിച്ചു പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഉടനെ തന്നെ അതൊരു കിളി പറത്തുന്ന ഐറ്റം പോലെ ആക്കി എൻഡ് ചെയ്തേക്കാണ്. എന്തിന്? എന്നിട്ട് ഇന്ന് സോഷ്യൽ മീഡിയ കിട്ടുന്ന തള്ളിമറിക്കൽ കണ്ടപ്പോഴാണ് അത്ഭുതം തോന്നിയത്. ഏകാന്തതയുടെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ആഖ്യാനമാണത്രേ. അതെ, 1986 ഇറങ്ങുമായിരുന്നെങ്കിൽ ഇതൊരു ക്ലാസ് ഐറ്റം ആയനെ. 80കൾക്ക് പുതുമ നിറഞ്ഞ ഒരു സബ്ജക്റ്റ് ആണത്. 1984 അത് വാങ്ങുമ്പോ പുതുപുത്തനായിരുന്നു. എന്തായാലും 21 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം ആക്കിയത് നന്നായി. അതെല്ലാം കൂടെ തിയേറ്ററിലെങ്ങാനും സിനിമയായിട്ട് വന്നിരുന്നെങ്കിൽ അതൊക്കെ കാണേണ്ടി വരുന്ന ഒരു ഗതികേടെ. സോ ആഗമത്തിന്റെ ടോട്ടലിൽ അവസാനം വരുന്ന മഞ്ജു വാര്യരുടെ ഭംഗി കാണാൻ വേണ്ടിയും നല്ലൊരു കസേര, നല്ലൊരു വീട്, ബൊഗെയിൻവില്ല പൂക്കൾ, ഇതൊക്കെ കാണാൻ വേണ്ടിയും ഇതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. അത്രേ ഉള്ളൂ ഈ ആരോ. എന്തിനോ വേണ്ടി തിളച്ച ഒരു സാമ്പാർ. ഇപ്പൊ വരും കുറെ ബുദ്ധിജീവികൾ ഇതിനൊക്കെ ഭയങ്കര അർത്ഥമാണ്, ഇതൊന്നും റിവ്യൂ ചെയ്യാൻ നീ ആളായിട്ടില്ലെന്ന് പറഞ്ഞു. ശരിയെന്നാ.